أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പരമകാരുണികനായ റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും റബ്ബിന്റെ മുമ്പിൽ നമ്മെ ഒരുമിച്ച് ചേർത്ത് സകലമായ കർമ്മങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യുന്ന റബ്ബിന്റെ കോടതിയെ സദാ ഭയന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകനെയും അടിസ്ഥാനമാക്കി രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും സൂക്ഷ്മതയോടെ റബ്ബിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതം നയിക്കണേ എന്ന് എന്നോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്താൻ ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാവണം ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അനുസരണയുള്ളവൻ എന്നാണല്ലോ. ഇവിടത്തെ സകല ജീവജാലങ്ങളും മുസ്ലിങ്ങളാണ്. സൂര്യൻ മുസ്ലിമാണ്,
ചന്ദ്രൻ, നിലാവലകൾ എന്നുവേണ്ട ഈ ഭൂമിയിലുള്ള ജീവികളൊക്കെ പടച്ചവന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവരും, സസ്യലതാദികളൊക്കെ കായികങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും എല്ലാം റബ്ബിന്റെ ഹിതമനുസരിച്ച്. എന്നാൽ മനുഷ്യന് അല്ലാഹു മുസ്ലിമാകണോ അതല്ല മുനാഫിക്കാകണോ കാഫിറാകണോ എന്ന് എന്താവണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നൽകിക്കൊണ്ടാണ് അല്ലാഹു ഈ ഭൂമിയിലേക്ക്, ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും മനുഷ്യന് കീഴ്പ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് മാത്രം അധികാരവും ആധിപത്യവും ചോയ്സും നൽകിക്കൊണ്ട് നമ്മെ അല്ലാഹു. ഇവിടെ നമുക്ക് ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിച്ച് ഓരോ വിഷയത്തിലും ആ മാർഗദർശനം സ്വീകരിച്ച് നമുക്ക് വേണമെങ്കിൽ നേരെ ചൊല്ലി. അതിന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് അലം യജഅലു ഐനൈൻ, അവൻ നാം രണ്ട് കണ്ണ് നൽകിയില്ലേ, വലിസാനം വശഫതൈൻ, നാവും ചുണ്ടും നൽകിയില്ലേ, ചോദിക്കാനും അറിയാനും അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെയുള്ള നാവും ചുണ്ടും ബുദ്ധിയും കഴിവുമൊക്കെ റബ്ബ് നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന ചോദ്യം ഖുർആൻ നമ്മോട് ആവർത്തിച്ച് ചോദിക്കുന്നു. മാത്രവുമല്ല, ഇന്നൽ സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന മസ്കുല, ഈ കേൾവിയെപ്പറ്റിയും കാഴ്ചയെപ്പറ്റിയും നമ്മുടെ ബുദ്ധിയെപ്പറ്റിയും നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യും. നിന്റെ കാഴ്ച എങ്ങനെ ഉപയോഗിച്ചു, നിന്റെ കേൾവി എങ്ങനെ ഉപയോഗിച്ചു, നിന്റെ ബുദ്ധി നീ എങ്ങനെ പ്രവർത്തിപ്പിച്ചു, എങ്ങനെ ചിന്തിച്ചു, ഇതൊക്കെ റബ്ബിന്റെ കോടതിയുടെ ചോദ്യം വരാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, മാർഗദർശനങ്ങൾ അത് സ്വീകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന നോട്ടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരങ്ങളും ഒറ്റയ്ക്ക് ആണും പെണ്ണും തനിച്ചാവലും, അങ്ങനെ വിവാഹം കഴിയാതെ വ്യഭിചരിച്ച ആളെ മിയത്ത ജദ്ദൻ 100 അടിയടിക്കണമെന്നും അവരെ മുസ്ലിങ്ങൾ ഒരു സംഘം സാക്ഷിയാകണമെന്നും അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലാണ്. ഇനി ഖുർആൻ അടുത്ത വചനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അസ്സാനി ലാ യൻകിഹു ഇല്ലാ ദാനിയത്തൻ ഔ മുശ്രിക്കത്തൻ, അസ്സാനി ലാ യൻകിഹു ഇല്ലാ ദാനിയത്തൻ ഔ മുശ്രിക്കത്തൻ, വ്യഭിചാരം ചെയ്തവളാകട്ടെ, വ്യഭിചാരം ചെയ്തവൻ, ആ ചെയ്ത ആൾക്ക്, വ്യഭിചരിക്കുന്ന ആൾക്ക്, അവൾക്ക്, ആ ആൾക്ക് ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് ഒന്നുകിൽ വ്യഭിചാരിണിയായ ഒരു പെണ്ണിനെയാണ് വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ അവ മുസ്ലിം ബഹുദൈവ വിശ്വാസിയെ. തിരിച്ചും വ്യഭിചാരിക്ക് വ്യഭിചാരകനെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിനെ കല്യാണം കഴിക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. വ്യഭിചാരകൻ വ്യഭിചാരികയോ അല്ലെങ്കിൽ മുസ്ലിമിനെയോ, തിരിച്ച് വ്യഭിചാരിക്ക് വ്യഭിചാരകനെയോ അല്ലെങ്കിൽ ബൗദ്ധ വിശ്വാസിയോ, അങ്ങനെയാണ് അവർക്ക് വിവാഹം കഴിക്കാൻ യോഗ്യതയും അങ്ങനെയാണ് കിട്ടുകയുള്ളൂ. ഇവിടെ ഖുർആൻ വ്യഭിചാരവും ശിർക്കും ഒരേപോലെ ഉദാഹരിച്ചു. അതൊരു വല്ലാത്ത പാഠം അതിൽ നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ, വ്യഭിചാരകനായ ഒരാളുടെ, ആ ആൾക്ക് വ്യഭിചാരിണിയായ ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ അവ മുശ്രിക്ക് ബൗദ്ധ വിശ്വാസത്തിനല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ മുശ്രിക്ക് പടച്ചോലെ പങ്കു ചേർക്കുക എന്നത് ആ വൻ പാപത്തോടാണ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചത്. ആളുകളുടെ ധാരണ പലപ്പോഴും പടച്ചോലുമായി ബന്ധപ്പെട്ട ശിർക്കിന്റെ വിഷയം പറയുമ്പോൾ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമാണ്
ഞങ്ങളെല്ലാവരും ചെയ്യുന്നത്. പടച്ചോനല്ലാത്ത ഒരാളെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല. പിന്നെ ഞങ്ങൾ മഹാന്മാരെയൊക്കെ വിളിക്കുന്നത്, അവരോടൊക്കെ കാര്യങ്ങളും സങ്കടങ്ങളുമൊക്കെ അവിടെ നിന്ന് പോകുന്നത്, അത് ഞങ്ങളെ ഹക്ക് ജാവ് വർദ്ധത്ത് കൊണ്ട്, അവരെ മഹത്വം കൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുവാണ്. നോക്കൂ, നിങ്ങൾ വ്യഭിചാരത്തെപ്പറ്റി പറഞ്ഞോടത്ത് അവിടെയും നമുക്ക് റസൂൽ പഠിപ്പിച്ചെന്നു, ആദമിന്റെ മക്കൾ വ്യഭിചാരത്തിൽ നിന്ന് ഒരു പങ്ക് വഹിക്കാതെ പോകുന്നില്ല. നോട്ടം കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്, കാതുകൊണ്ടുള്ളത് കേൾക്കലാണ്, നാവുകൊണ്ടുള്ളത് സംസാരിക്കലാണ്, കൈകൊണ്ടുള്ളത് പിടിക്കലാണ്, കാലുകൊണ്ടുള്ളത് അതിനുവേണ്ടി നടക്കലാണ്, മനസ്സുകൊണ്ടുള്ളത് അതിനെപ്പറ്റി ചിന്തിക്കലാണ്. ലൈംഗികാവയം അതിനെ നിരാകരിക്കുകയോ സത്യപ്പെടുത്തുകയോ ചെയ്യുന്നു. ഇതെല്ലാം വ്യഭിചാരമാണെന്നും അതിന് പങ്കാണിയെന്നും റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയവും അതിന്റെ ഒരു നോട്ടവും നടത്തവും ചിന്തയും എല്ലാം അതും ശിർക്ക് തന്നെയാണ്. പ്രാർത്ഥന അല്ലാഹുവോടാണെങ്കിലും മറ്റൊരു ഭവ്യതയോടുകൂടി ഒരു ദർഗയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ശിർക്ക് വന്നു എന്നതാണ്. നോക്കൂ, നിങ്ങൾ ഈ നോട്ടം പോലെ ഒരു അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ല. ആ നോട്ടം നോക്കിയാൽ താഴെ നോക്കണം. നമുക്കറിയാലോ, 12-13 സെക്കൻഡ് ഏറെ നോക്കിയാൽ ശിക്ഷ കിട്ടുന്നുള്ള വിധി വന്നു പോകും. ഇസ്ലാം അന്ന് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ഇന്ന് കോടതി ശിക്ഷ വിധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ആ നോട്ടം വ്യഭിചാരമാണ്. ഇതേപോലെ റബ്ബല്ലാത്ത ഒരാളെ പ്രീതി അർപ്പിച്ച് ആ ഒരു മഹത്വമിനെ, ആ മഹത്തമായ ആളെ ഒരു ഭവ്യതയോടുകൂടി അല്ലെങ്കിൽ ഒരു ദർഗയോ അതുമായി ബന്ധപ്പെട്ടിടത്തോ ആ ഒരു പ്രത്യേകമായ ഒരു ആദരവോടുകൂടിയുള്ള നോട്ടം പോലും അതും ശിർക്കാണെന്ന് തിരിച്ചറിഞ്ഞുണ്ടാകും. അതെ, അത്ര ഗൗരവമുണ്ട്. ആളുകൾ വല്ലാതെ ഒരു തെറ്റിദ്ധരിക്കുന്ന വിഷയമാണിത്. നമ്മൾ അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വർഗത്തിലുള്ളൂ. ഇപ്പൊ നോക്കിയത് ഒരാളുടെ ഭാര്യയെ മറ്റൊരാൾ നോക്കി നിൽക്കുന്നത് പോലും വ്യഭിചാരമാകുമെങ്കിൽ, ഒരാൾ പറയണം ഞാൻ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനാണ്, ഞാൻ ഇവിടെ തൊട്ടുപിടിഞ്ഞ് വർഗത്തിലുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താവും? ഇതേപോലെ ഒരാളെ ഭാര്യനെ ഒന്ന് തൊട്ടുപിടി എന്ന് പറഞ്ഞാൽ എന്താവും? പറയാൻ പറ്റില്ല, അത്ര വൃത്തികേടാണ്. നോക്കൂ നിങ്ങൾ, അതൊരു മോശമാണെങ്കിൽ അതിനേക്കാൾ ഗൗരവമായിട്ടാണ് ഈ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരംശം എന്തില്ല, റബ്ബല്ലാത്ത ഒരാൾക്ക് അർപ്പിക്കാൻ പാടില്ല. ഭർത്താവിനല്ലാത്ത ഒരാൾക്കും ഒരു ഭാര്യ ഒരംശം ഈ ലൈംഗികവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ലൈംഗിക ബന്ധമല്ലാത്ത ഒരു നോട്ടോ തൊടലോ തോണ്ടലോ ഒന്നും, അതൊക്കെ ഗൗരവപ്പെട്ടതും വ്യഭിചാരവുമാണ്. അതിന്റെ പങ്ക് കണ്ണും കാതും ഓരോ അവയവും ആദമിന്റെ മക്കൾ ആ പങ്ക് നിർവഹിക്കുന്നുണ്ട് എന്ന് റസൂൽ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, ആ വ്യഭിചാരിണിയെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാൽ വിവാഹം കഴിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ആ ശിർക്കുമായി ഈ വിഷയത്തിന്റെ ഗാംഭീര്യം നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധ്യമാണ്. വളരെ മുമ്പ് പത്രത്തിൽ വന്നൊരു സംഭവം ഓർമ്മയാണ്. വയനാട്ടിൽ ജോലിക്ക് പോയി ആഴ്ചയിൽ കൂപ്പിൽ വിറകൊക്കെ വെട്ടി, കാട്ടിൽ പോയി വിറക് വെട്ടി അതെല്ലാം പണിയൊക്കെ കഴുകി വരുന്നൊരു മനുഷ്യൻ ഒരു ദിവസം, എല്ലാ ദിവസവും ഞായറാഴ്ച വരുന്ന അദ്ദേഹം ഒരു ദിവസം പണിയൊക്കെ ഒന്ന് പെട്ടെന്ന് തീർന്നപ്പോൾ ശനിയാഴ്ച വരിക തന്റെ ഭാര്യയ്ക്കും 2 വയസ്സായ കുട്ടിക്കുമുള്ള എല്ലാ വിഭവങ്ങളുമായി അരിയും മറ്റ് മത്സ്യവുമൊക്കെ വാങ്ങി എല്ലാമായി സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്ന ഭാര്യയെയും കുഞ്ഞിനെയും കാണാനുള്ള ആഹ്ലാദത്തോടുകൂടി വരുമ്പോൾ വീട്ടിലേക്ക് വന്ന് തലേന്ന് വാതിൽ കൊട്ടുമ്പോൾ തുറക്കണില്ല, വീണ്ടും കൊട്ടി തുറക്കണില്ല. മൂന്നാമത് ഇദ്ദേഹത്തിന് ദേഷ്യം വന്ന് തന്റെ അരിയും മത്സ്യവും ഒക്കെ അവിടെ വെച്ചിട്ട് വാതിൽ ചവിട്ടി തുറന്നപ്പോ പിൻപാതിലൂടെ ഒരു അന്യപുരുഷനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഓടുക. അദ്ദേഹം കത്തിയെടുത്ത് ഇവരെ പിന്നാലെ ഓടി, മരണോട്ടമോടി. അവർ രക്ഷപ്പെട്ടപ്പോൾ തിരിച്ചയാള് വരുന്ന സമയത്ത് ഈ 2 വയസ്സായ കുട്ടി ഈ പ്രശ്നമെല്ലാം കേട്ട് നേരെ മുറ്റത്തേക്ക് എഴുന്നേറങ്ങി കരഞ്ഞുകൊണ്ടിരിക്കും.
ഈ ആള് ആ കുട്ടിയെ വെട്ടിക്കൊന്നിട്ട് അവളെ ഞാൻ കൊന്നു എന്ന് പറയുന്നത് മുമ്പ് പത്രത്തിലായ ആ ഫോട്ടോയിൽ ആരെ ഞാൻ കൊന്നു, അവളെ ഞാൻ കൊന്നു എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇദ്ദേഹത്തിന് ദേഷ്യം വരാൻ കാരണം എന്താണ്? ഭർത്താവിന് വേണ്ടി മാത്രം അനുവദിക്കേണ്ട ഒന്ന് മറ്റൊരാൾക്ക് അനുവദിച്ചു എന്നതാണല്ലോ ഈ ദേഷ്യത്തിന്റെ കാരണം. സ്വന്തം ആ കുഞ്ഞിനെപ്പോലും വെട്ടിക്കൊന്നപ്പോഴും അവളെ കൊന്നുള്ള വൈകാരികമായി പറയാൻ കാരണം ആ ഒരു ഭർത്താവിന് വേണ്ടി മാത്രം അനുവദിക്കേണ്ടത് മറ്റൊരാൾക്ക് അനുവദിച്ചു. ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും എല്ലാം നൽകിയ മേലായ റബ്ബ് ആ റബ്ബിന് കൊടുക്കേണ്ടത് മറ്റൊരാൾക്ക് കൊടുത്താൽ അത് റബ്ബ് കൊടുക്കുക. അത് വൻ പാപാണ്. അതാണ് ശിർക്ക് ഏറ്റവും വലിയ പാപാണ്. ആ ശിർക്കിനെയും വ്യഭിചാരത്തെയും ഒരേപോലെ ഉദാഹരിക്കാണ് ഖുർആൻ. വ്യഭിചാരിക്ക് വ്യഭിചാരകനെയോ ബഹുദൈവ വിശ്വാസിയല്ലാതെ വിവാഹം കഴിക്കാൻ കിട്ടില്ല. വ്യഭിചാരിക്കും വ്യഭിചാരകനെയോ ബഹുദൈവ വിശ്വാസിയല്ലാതെ എല്ലാം കിട്ടില്ല. നോക്കിയാൽ എത്ര വല്ലാത്ത ഉദാഹരണമാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ശിർക്കിന്റെ ഗൗരവവും വ്യഭിചാരത്തിന്റെ ഗൗരവവും നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമാകേണ്ടത്. അതിന്റെ ശിക്ഷാവിധികളും ആ നിയമങ്ങളും എല്ലാം നമ്മളെ ഓരോരുത്തരുടെ വീട്ടിലും നമ്മൾ പാലിക്കേണ്ടത്. അവിടെ കൃത്യമായി ഓരോ ആളുകളെയും ഓരോരുത്തരുടെ സ്ഥാനവും മാനവും അധികാരവും എങ്ങനെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കണം, എങ്ങനെയാവണം, എത്രത്തോളമാവാം, എത്ര പാടില്ല, ഇതെല്ലാം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പാലിക്കുവാൻ, ആ നിയമസംഹിത പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതോടൊപ്പം വളരെ ഗൗരവമായി വിശുദ്ധ ഖുർആൻ അടുത്ത വചനത്തിൽ പഠിപ്പിക്കുകയാണ്. സത്യവിശ്വാസിയുടെ പേരിൽ വ്യഭിചാരാരോപണം ഉന്നയിക്കുകയും 4 സാക്ഷികളെ കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ അവർ നിങ്ങൾ 80 അവരെ സാക്ഷ്യത്തിന് പറ്റുകയുമില്ല. പാസിക്കും അവരാകുന്നു പാസിക്കീങ്ങൾ, അവരാകുന്നു സമ്മാനികൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാര ആരോപണം ഉണ്ടായപ്പോഴാണ് ഈ വചനം 40 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു ആയത്താണ്. ഇത് പറഞ്ഞാൽ പ്രവാചകന്റെ യാത്രയിൽ പ്രവാചകൻ സഹാബത്തുമൊക്കെയുള്ള യാത്ര ഇന്നിന്റെ സൗകര്യങ്ങളില്ല. അന്നത്തെ യാത്രയ്ക്ക് ആ യാത്രയിൽ നറുക്കിട്ടിട്ടാണ് ഏത് വായനയാണ് കൊണ്ടുപോകേണ്ടത് തീരുമാനിച്ചത്. അങ്ങനെ അന്ന് നറുക്കിവിടത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ യാത്രാസംഘം പോകണം. യാത്രാസംഘം പോകുമ്പോൾ പിന്നൊരാളെ ആക്കും. ഇതിനു വേണ്ടി വല്ല യാത്രയിൽ നഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കാനും കണ്ടെത്താനും ഒക്കെ. അങ്ങനെയാണ് അന്നിന്റെ യാത്ര. ആ യാത്ര പോയി തിരിച്ചു വരുമ്പോൾ ഇന്നിന്റെ സൗകര്യമില്ലാത്ത ലോഡ്ജും സംവിധാനങ്ങളും അങ്ങനത്തെ സൗകര്യമൊന്നുമില്ലാത്ത ആ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവർ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളച്ചാട്ടമുള്ള അരുവികളിടത്തേക്ക് അങ്ങനത്തെ സ്ഥലത്തേക്ക് നീങ്ങി അവരെ മലമൂത്ര വിസർജനങ്ങൾ കഴിഞ്ഞ് വൃത്തിയായി അവര് യാത്ര തുടരാൻ വേണ്ടി വരികയാണ്. ഒട്ടകത്തിൽ മറ്റൊന്ന് നിർത്തി ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ടെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല കാണുന്നില്ല. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രാഥമിക കർമ്മത്തിൽ പോയ മലമൂത്ര വിസർജനത്തിൽ പോയ സ്ഥലത്തേക്ക് പെട്ടെന്ന് ഓടിപ്പോയി. അന്ന് പർദാ നിയമം ഇറങ്ങിയ കാലമാണ്. ആ സമയത്ത് ഹിജാബുമായി ബന്ധപ്പെട്ട നിയമം ഇറങ്ങി ആയിഷാന ഒട്ടകത്തിന്റെ ഒരു കൂടാരത്തിന്റെ ഒരു കൂട്ടിപ്പിടിലാണ്. അതുകൊണ്ട് ഭാരം കുറഞ്ഞ ഒരാളാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. ഈ കൂടാരത്തിനുള്ളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട് എന്ന നിലക്ക് എന്ത് ചെയ്തു? എല്ലാവരും യാത്രാസംഘം ഒന്നായിട്ട് അവിടുന്ന് പുറപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വന്നപ്പോൾ യാത്രാസംഘം പോയിട്ട് ഒട്ടകം കിടന്നതിന്റെ ചോട്ടില് ഈ മാലയും കൊണ്ട് മാല കിട്ടി ആ വഴിയിരിക്കും. അപ്പോഴാണ് യാത്രാസംഘത്തിന്റെ എല്ലാം നോക്കാൻ നേരത്തെ പറഞ്ഞ പിന്നീട് ആള് വരുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ആളുകളുടെ ധാരണ മറഞ്ഞ കാര്യങ്ങൾ തങ്ങന്മാർക്കും മറ്റുള്ളവർക്കൊക്കെ അറിയുന്നു. നമ്മുടെ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നു.
ഇവിടെ ഏറ്റവും വലിയ തങ്ങളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാല പോയപ്പോൾ തങ്ങളോട് ബീവിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നില്ല, മാല പോയി എവിടെയുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹ ബീവിക്കുന്നില്ല, മാല പോയത് എവിടെയെന്ന് അറിയില്ല. നമ്മളെ ആളുകൾ മാല കളഞ്ഞു പോയാൽ, മറ്റു വസ്തുക്കൾ പോയാൽ എന്ത് ചെയ്യും? ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകും. ഒരു സ്ഥലത്ത് മുംബൈയിൽ ഓർമ്മ പെരുമ്പടപ്പ് പുത്തമ്പള്ളി, അവിടേക്ക് ഒരാൾ മണ്ണാർക്കാട് പോയതാണ്. അദ്ദേഹത്തിന്റെ മാല, അദ്ദേഹത്തിന്റെ ഭാര്യന്റെ മാല കളഞ്ഞു പോയിട്ട് പോയതാണ്. അവിടെ എത്തിയപ്പോ ആ കളഞ്ഞിട്ട് സാധനം കിട്ടാൻ വേണ്ടി ദർഗയിലേക്ക് ചെന്നപ്പോ അവിടെ ഇവിടുത്തെ മല്ലാക്കന്റെ വാശ പോയിരിക്കുന്നു, കിട്ടുന്നവർ കമ്പറ്റി എത്തിക്കണം. ഇയാൾ ചിന്തിച്ചു, ഇവിടുത്തെ മല്ലാക്കന്റെ വാച്ചനെ എടുത്തുകൊടുക്കാൻ കഴിയാത്തവർക്ക് എന്റെ ഭാര്യന്റെ മാല ഇങ്ങനെ പറഞ്ഞുതരാൻ കഴിയാം എന്ന് ചിന്തിച്ച് തിരിഞ്ഞു നടന്നു ഔഹിക ഉൾക്കൊണ്ടു. ഞാൻ പറഞ്ഞത്, ആളുകളുടെ ധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ പലരും ചെയ്യുകയും മറഞ്ഞ കാര്യം അറിയുന്ന, അങ്ങനെ ഭാവി അറിയാൻ, നാളത്തത് അറിയാൻ എത്ര സ്ഥലത്തേക്കാണ് മനുഷ്യന്മാർ നെട്ടോട്ടം കൊടുത്തത്. ഏറ്റവും വലിയ തങ്ങളായ റസൂലുള്ളാഹിക്ക് ഈ മാല പോയതറിയില്ല, ആയിഷ റളിയല്ലാഹു ഈ കൂടാരത്തിനുള്ളിൽ ഇല്ലാത്തതറിയില്ല. അങ്ങനെ ദീനിക്ക് എല്ലാവരും പോയ ശേഷം ഈ മാല കിട്ടി അവിടെ ഇരിക്കുക. അപ്പോഴാണ് എന്ത് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഈ ഒട്ടകപ്പുറത്ത് വരുന്നത്. അപ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയും അങ്ങനെ ഈ ഒട്ടകത്തിന്റെ പിന്നിൽ ഈ കൂടാരത്തിനുള്ളിൽ കയറി വീട്ടിലെത്തുകയും ചെയ്തു. അങ്ങനെ എത്തിയപ്പോ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താപ്പോ അങ്ങനെ വരാൻ എന്നുള്ള ചോദ്യങ്ങളും വർത്താനങ്ങളും തുടങ്ങി. ചില ആളുകൾ അതിനുള്ള ഫിത്നകൾ തുടങ്ങി, പ്രശ്നങ്ങളാവുകയാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സംസാരത്തിലുള്ള ശ്രദ്ധ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും അവരെ രണ്ടാളെയും കണ്ടീനി, എനിക്കൊരു ഡൗട്ടുണ്ട്, അവരങ്ങനെ തന്നെയാണ്, ഇടയ്ക്കൊക്കെ അവനൊരു വരവുണ്ട്, ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും നമ്മൾ മിണ്ടിക്കൊള്ളും. അങ്ങനത്തെ സംസാരിച്ചാൽ വിവാഹം കഴിയാതെ വ്യതിചരിച്ചവനെ 100 അടിയാൻ അടിക്കേണ്ടതെങ്കിൽ ഈ നാവോട് ഒരു വാക്ക് പറഞ്ഞവനെ 80 അടിക്കുകയും അവരെ സാക്ഷ്യത്തിൽ പക്ഷമില്ല എന്ന ഗൗരവം. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നാവ് ചലിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണം. പോരാ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കണ്ണ് വൃത്തികേടുകൾ മൊബൈലിലും മറ്റുമൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ആ ഓർമ്മ വേണം. വൃത്തികെട്ട പാട്ടുകൾ കേൾക്കുമ്പോൾ കാതിന് അത് ഓർമ്മ വേണം. ഓരോ തരത്തിൽ നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം. അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു നാവുകൊണ്ട് ഒരു വാക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവനെ 80 ജയിക്കണം. ഒരാളുടെ പേര് ഒരു ആരോപണം പറഞ്ഞാൽ നോക്കൂ, നിങ്ങൾ സാധാരണ ഒരു കല്യാണത്തിനും മറ്റുമൊക്കെ ഒരു സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുമ്പോൾ ഖുർആൻ ഏറ്റവും വലിയ ആയത്ത് ജയ് എന്നതാണ്. ആ കടമിടപാട് നടത്തുമ്പോൾ പോലും 2 സാക്ഷികൾ. എന്നാൽ ഇത് പറയണമെങ്കിലോ 4 സാക്ഷി വേണമെന്നാണ്. 4 സാക്ഷിയില്ലാതെ പറയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഇത്ര ഗൗരവമാണ്. അങ്ങനെ ചെയ്തു ഈ വിഷയം വന്നപ്പോ ഇങ്ങനത്തെ ഒരു പ്രശ്നമായി പലരും പ്രവാചകരോട് സംസാരിക്കാൻ തുടങ്ങി. എന്താപ്പോ ഇങ്ങനെ വേറെ പെണ്ണുങ്ങളൊന്നും, പല ജാതി, പിന്നെ പ്രവാചകൻ വേറെ പെണ്ണുങ്ങളെ എന്നൊക്കെയുള്ള പല വർത്തമാനങ്ങളും അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. 1-2 ആളുകളുടെ ഈ ഒരു വർത്തമാനം അങ്ങനെ റസൂലുള്ളാഹി എന്തിനില്ല വിശ്വാസമായി ഈ കാര്യം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നില്ല. കാരണം ഇതങ്ങനെ അന്വേഷിക്കേണ്ടതല്ല, ഇതങ്ങനെ ചോദിക്കേണ്ടതല്ല. നോക്കൂ, നിങ്ങൾ അങ്ങനെ കരഞ്ഞ് കണ്ണുമായി ആയിഷ റളിയല്ലാഹു വീട്ടിലിങ്ങനെ കഴിയാണ്. റസൂലുള്ളാഹിക്കും അങ്ങനത്തെ വിഷമമുണ്ട്, എന്താ ഉണ്ടായെന്ന് അറിയുന്നില്ല. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ ഞാൻ വീട്ടിൽ പോകട്ടെ എന്ന് സമ്മതം ചോദിക്കുക. അങ്ങനെ ചെയ്തു. റസൂലുള്ളാഹി സമ്മതം കൊടുത്ത് വീട്ടിലേക്ക്, അബൂബക്കറിന്റെ വീട്ടിലേക്ക്, മകളാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ, വീട്ടിലേക്ക് പോയി. അവിടുന്ന് ഉപ്പയും എന്തേ മോളെ ഉണ്ടായത് എന്ന് ചോദിക്കുന്നില്ല. അത്ര പോലും ചോദിക്കാൻ പറ്റാത്ത, അത്ര പോലും അന്വേഷിക്കാൻ പറ്റാത്ത, നാവിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റാത്ത ഗൗരവപ്പെട്ട വിഷയമായി സഹോദരങ്ങളെ ഈ വചനം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അത്ര ഗാംഭീര്യം. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് വഹി വരുന്നത്.
ഇത്തരം വർത്തമാനങ്ങൾ നടത്തിയത് വലിയ സത്യവിശ്വാസിയുടെ പേരിൽ വ്യഭിചാരാരോപണം ഉന്നയിക്കുകയും തുമ്മലം എടുത്തു 4 സാക്ഷികളെ കൊണ്ടുവരാൻ സാധ്യമല്ലാതിരിക്കുകയും ചെയ്താൽ 3 ആള് കണ്ടാ പറയാൻ പാടില്ല. 3 ആള് വലിയ കണ്ടാ പറയരുത് അല്ലേ? 4 സാക്ഷികളെ കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ ഫസിലുഹും സമാനത അവരെ 80 ലഭിക്കണം. വലതഖബലഹും ഷഹാദത അവരെ സാക്ഷ്യത്തിന് പറ്റില്ല. അവരാണ് ഫാസിഖീങ്ങൾ. അല്ലാഹു കാക്കുമാറാകട്ടെ. വർത്തമാനത്തിന്റെ ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിലൂടെ ഒരു ഒരു നാവിലുള്ള ഒരു വാക്കിന്റെ ആ ഒരു ഗൗരവം ശരിക്കും ഉൾക്കൊള്ളുകയും, അതായത് വ്യഭിചരിച്ചവൻ 80 അടിയാണെങ്കിൽ 100 അടിയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞവനെ അവന് 80 ലഭിക്കണം. അവരെ പിന്നെ ഒരു കാലത്തും ഒരു ആധാരത്തിൽ വിവാഹത്തിലൊക്കെ ഒപ്പിടാൻ പോലും പറ്റാത്ത, സാക്ഷിയാക്കാൻ പറ്റാത്തവരായ അത്ര ഗൗരവത്തിലാണ് ഖുർആൻ ഈ ഒരു നാവുകളുടെ സംസാരത്തെ പറഞ്ഞതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാഹു ഇതെല്ലാം ശ്രദ്ധിച്ച് നിയമങ്ങളെ പാലിച്ച് നിർദ്ദേശങ്ങൾ ശരിക്കും ഉൾക്കൊണ്ട് ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടൊപ്പം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് എത്താനുമുള്ള എല്ലാ വഴികളും വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലുമുണ്ട്. നമ്മൾ ഒന്നും തിരഞ്ഞ് മറ്റൊന്ന് അന്വേഷിക്കേണ്ടതില്ല. എത്രത്തോളം ചോദിച്ചാൽ, ഒരു ശില്പി ഒരു സുന്ദരമായ ഒരു ആനയെ കൊത്തിയുണ്ടാക്കിയിട്ട് ആ കൊത്തിയുണ്ടാക്കിയ ഒരു കരിമ്പാത്രം കൊണ്ട് ഒരു ഉളിയും ചുറ്റികയും എടുത്ത് ഒരു മനോഹരമായ ആനയെ കൊത്തിയുണ്ടാക്കിയിട്ട് ആ ശില്പി ചെയ്തു അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ആനനെ കാണാൻ വേണ്ടി ആളുകൾ തപിച്ചു. ജീവനുള്ള ഒരു ആനയെ പോലെ ഒരു ആനയാണ് ഈ ശില്പി കൊത്തിയുണ്ടാക്കിയത്. എല്ലാവരും ശില്പിയോട് വളരെ നല്ല മതിപ്പും എങ്ങനെ ഉണ്ടാക്കി ഇത്ര നല്ല ആന എന്ന് ചോദിച്ചപ്പോ ആ ശില്പി പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള ആനയാണോ വേണ്ടത്, ഇതാ ഇങ്ങനത്തെ ഒരു ഉളിയും ചുറ്റികയും എടുക്കുക. എന്നിട്ട് ആനയല്ല എന്ന് തോന്നുന്ന ഭാഗം, ആ കരിമ്പറമ്പില് ആനയല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങളെല്ലാം ഈ ഉളിയും ചുറ്റികൾക്ക് കൊത്തിയങ്ങട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആനയാകും എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇസ്ലാമിക കാര്യത്തിൽ ഖുർആനും സുന്നത്തുമാകുന്ന ഉളിയും ചുറ്റികയും എടുത്ത് അങ്ങോട്ട് വരച്ചാൽ ആ ഉളിയും ചുറ്റികയും ഖുർആനും സുന്നത്തും ഉള്ളത് എന്താകുള്ളൂ? ദീനാകുള്ളൂ. അല്ലാത്തൊന്നും ദീനല്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയാൽ ഏറെ നമുക്ക് എല്ലാത്തിനും പരിഹാരമാണ്. എന്ത് ചെയ്യുമ്പോഴും അത് ഖുർആനിലുണ്ടോ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന ഉറച്ച നോട്ടം. അതിലില്ലേ എത്ര വലിയ മഹാനും കോജയും മഹലും കാവിയും കമ്മിറ്റിയും ഉസ്താദുമാരും ഒക്കെ പറഞ്ഞാലും അവിടെയൊക്കെ പറയുമ്പോൾ അതിലുണ്ടോ, അതിൽ എവിഡൻസ് ഉണ്ടോ? അപ്പൊ നമുക്കറിയാലോ, കുറച്ചു മുമ്പ് മുടിയുടെ വിഷയം വന്നപ്പോ ആ മുടിയുടെ സനത് എവിടെയെന്ന് ചോദിച്ചത് ഒരു ഹൈന്ദവ പത്രക്കാരൻ. ഉസ്താദുമാർ ചോദിക്കുന്നത് എവിടെ സനത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ മുടിയാണ് എന്ന് തെളിയിക്കാനുള്ള സനത് എവിടെയെന്നുള്ള ചോദ്യം. ആ ചോദ്യം നേരെ ഇത് പരമ്പര പ്രവാചകയിലേക്ക് എത്തണം. ഇത്
മുടിയുടെ വിഷയമെന്നോ പലരും ചോദിച്ചു. മുടിക്ക് മാത്രമല്ല, എന്ത് വിഷയത്തിലും ഇസ്ലാമിന് സനദ് വേണം, പ്രവാചകനിലേക്ക് എത്തണം. അതാണ് ആ സനദ് സ്വഹിയായ ഹദീസ് എന്ന് പറയുന്നത്. അതും ഖുർആനും വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടതും പഠിക്കേണ്ടതും അറിയേണ്ടതും അന്വേഷിക്കേണ്ടതും. ആ വിലക്കുകളും നിർബന്ധമായി ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ഹറാമും ഹലാലും എല്ലാം നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ എനിക്കും സാധ്യമാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാണ്. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയും നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മടത്തിൽ കുട്ടി ഹസൻ എന്നാള് കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് വേണ്ടി മഹഫറത്തിനും മഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനാണ് പറ്റുന്നത്. നാളെ നമ്മളൊരു മയ്യത്തിനെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പറയാം. നമ്മളൊക്കെ ധാരണ ഞാൻ നിങ്ങളൊന്നും ഇപ്പോ മരിക്കാനായിട്ടില്ല. എന്നാൽ ഇന്ന് മരണവുമായി ബന്ധപ്പെട്ട ഭയത്തിലാണ് എല്ലാവരും. കൂടുതൽ ആളുകളും കൊറോണ ഒക്കെ ബാധിച്ച് മരിച്ചു എന്ന് പറഞ്ഞവർക്കൊക്കെ വ്യത്യസ്ത രോഗങ്ങളുള്ളവര് അവരുടെ പേടിയും ഭയം കൊണ്ടുമാണ് കൂടുതൽ ആൾക്കാർക്കും മരിക്കുന്നത്. കൊറോണ ബാധിച്ചെന്ന് പറഞ്ഞവർക്ക് നോക്കുമ്പോൾ ഒന്നുകിൽ കിഡ്നിക്ക് കയറാറുണ്ട്, അല്ലെങ്കിൽ മറ്റു പേഷ്യന്റാണ്, അങ്ങനത്തെ ആൾക്കാരാണ് മിക്കവരും മരിക്കുന്നത് യാഥാർത്ഥ്യം. പക്ഷെ പേടിയാണ്. ഈ പേടിയോടൊന്നും മരണത്തിൽ നമ്മളാ രക്ഷപ്പെടില്ല. നമ്മളെ ഡേറ്റിന് എത്രയോട്ട് എത്തി ഞാൻ നിങ്ങളും മരിക്കുന്നത് തീർച്ചയായും. അതുകൊണ്ട് ഈ മരണത്തിന്റെ മുമ്പ് നമുക്ക് വേണ്ടതൊക്കെ കൃത്യമായി ചെയ്യാനും എല്ലാ അബദ്ധങ്ങളും തിരുത്താനും നേരെ ചുവ പോകാനും എന്തിനും ഖുർആനും സുന്നത്തിന്റെ മാർഗദർശനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. അല്ലാഹു എല്ലാവർക്കും മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾക്കും ഗുരുവര്യന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കുമെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാണ്. റബ്ബിന്റെ മാർഗത്തിൽ നിഷ്ഠയോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തി വെള്ളവസ്ത്രം അടിക്കുന്ന സ്വീകരിക്കുന്ന പ്രകാരം നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധമാക്കി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാണ്. മാരകമായ രോഗത്തിലും പ്രയാസങ്ങളിലും കഴിയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകി ബുദ്ധിമുട്ട് നീക്കി എല്ലാവരെയും കാത്തു രക്ഷിക്കുമാണ്. പൈശാചികമായ ദുർബോധനകളിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും കപടതാവിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാണ്. ഈ ലോകത്ത് വിട പറയുമ്പോൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാണ്. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ച് ഓരോ വാക്കും ശ്രദ്ധിച്ചുപയോഗിച്ച് ഒരാളോടും വെറുപ്പും വിദ്വേഷവും പകയും മനസ്സിൽ വെക്കാതെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും കരുത്ത് പകരുമാറാണ്. അല്ലാഹു മുഖ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹസൻ. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.